എടാ ഈ ചെറിയൊരൊറ്റ ഷോർട്ടത്തിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു എസ് എ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരട്ടെ. വേറെ ഇതുമില്ല, മാക്രോ എക്കണോമിക്സ് തേർഡ് ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന നമ്മുടെ റിസർവ് ബാങ്കിനെയൊക്കെ കുറിച്ച് പഠിച്ച ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോദ്യം വരുന്ന ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ഒരു മോഡൽ ഞാനിവിടെ കാണിച്ചു തരാൻ നോക്കിക്കോട്ടോ. ചോദ്യം ഇങ്ങനെയാണ് ഒരു പരീക്ഷയ്ക്ക്, അതായത് നമ്മളോട് പരീക്ഷയ്ക്ക് പറയും ഇതിൽ പിക്ക് വിത്ത് ഓഡ് വൺ ഔട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല. പകരം എന്താ പറയുക, നമ്മുടെ ക്വസ്റ്റ്യൻ വരിക ഈ പറഞ്ഞ RBIയുടെ മോണിറ്ററി മെഷേഴ്സ് ഏതൊക്കെയെന്ന് ചോദിക്കും. RBIക്ക് രണ്ട് തരം മോണിറ്ററി മെഷേഴ്സ് ഉണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ് എന്നും പറയും, രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് എന്നും പറയും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, എസ് എ ചോദ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റാണ് ഈ വീഡിയോ ഞാൻ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കോട്ടോ, ഈ കൂട്ടത്തിൽ ഒറ്റയാനായിട്ടുള്ള ഒരാളുണ്ട്. അയാൾ ഒറ്റപ്പെടാനുള്ള കാരണം എന്തോ ഈ രണ്ട് ഫീച്ചറിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതായത് ഒന്നുകിൽ ഇവ ക്വാളിറ്റേറ്റീവ് പെട്ടതോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് പെട്ടതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കോട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞുതരാം. ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നതും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നൊക്കെ പറയുന്നതാണ്. ഇത് മൂന്നും നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവിൻ്റെ മലയാളം കൂടി പറഞ്ഞുതരാം. പരിമാണാത്മകപരമായ അല്ലെങ്കിൽ പരിമാണപരമായ അളവുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പഠിക്കാം. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ ഇംഗ്ലീഷ് പറയാറുണ്ടോ. ഇതിന് അവസാനം പറഞ്ഞ ഡയറക്റ്റ് ആക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഉത്തരം വരിക. കാരണം ഇതെന്താണ്, ഇതൊരു ക്വാളിറ്റേറ്റീവ് മെഷറാണ്. അപ്പോൾ ഈ ക്വാളിറ്റേറ്റീവ് മെഷറിൽ വരുന്ന ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷനിൽ 3 ഒരുപോലെയും മറ്റൊന്നിൻ്റെ പ്രത്യേകതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതെന്താണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുള്ള കുറച്ച് കാര്യം ഞാനോട് ചേർക്കാം, നിങ്ങളത് വെച്ച് പഠിക്കാം. ബാക്കിയുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്യുക. നോക്കിക്കോട്ടോ, അതായത് ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നത് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ MSF. ഓക്കെ, ഇത്രയും ആൾക്കാർ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അങ്ങനെയാണ് ഈ ക്വാളിറ്റേറ്റീവ് ഉണ്ടല്ലോ. ക്വാളിറ്റേറ്റീവ് നമുക്ക് പഠിക്കാനൊരു 4 ഉണ്ട്. അതിലൊന്ന് ഞാൻ കൊടുത്തു ഡയറക്റ്റ് ആക്ഷൻ, ബാക്കിയുള്ള 3 ഏതാ വെച്ചാൽ നിങ്ങൾ തൊട്ടതായ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസമീൻ. ബൈ.